എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ ഒരു മാച്ച്! വല്ലാത്തൊരു ത്രില്ലിംഗ് പോരാട്ടമായിരുന്നു ഇന്ന് മുംബൈയിൽ നടന്ന ഇംഗ്ലണ്ടും നേപ്പാളും തമ്മിലുള്ള മത്സരം. വമ്പൻ അട്ടിമറിയിൽ നിന്നും കഷ്ടപ്പെട്ടാണ് ഇംഗ്ലണ്ട് രക്ഷപ്പെട്ടത്. മത്സരത്തിൽ നേപ്പാളിനെതിരെ വെറും 4 റൺസിൻ്റെ വിജയം മാത്രമാണ് ഇംഗ്ലണ്ടിന് സ്വന്തമാക്കാനായത്. ഇന്നലെ യു എസ് എ ഇന്ത്യയും നെതർലാൻഡ് പാകിസ്ഥാനെ വിറപ്പിച്ചിരുന്നു. ഈ വേൾഡ് കപ്പിലെ കുഞ്ഞൻ ടീമുകളെല്ലാം കരുത്ത് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ല. ഇന്നലെ പാകിസ്ഥാനും ഇന്ത്യയും ജയിച്ചത് തലനാടിനേക്കാണ്. ഇന്ന് ഇംഗ്ലണ്ട് ജയിച്ചതും അതുപോലെ തന്നെയാണ്. ഈ വേൾഡ് കപ്പിൽ ഒന്നും അത്ര ഈസിയല്ല. കളിക്ക് ശേഷം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബ്രൂക്ക് പറഞ്ഞതും അതുതന്നെയാണ്. ഒട്ടും ഈസി ആയിരുന്നില്ല ഞങ്ങൾക്ക് ഈ മാച്ച്. നേപ്പാൾ ഫുൾ ക്രെഡിറ്റും അർഹിക്കുന്നു എന്നാണ്. സാം കരൺ എറിഞ്ഞ ഫൈനൽ ഓവർ അടിപൊളിയായിരുന്നു. വെറും 5 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. ഒരു ഫുൾ ടോസ് പോലും എറിയാതെയാണ് പെർഫെക്റ്റായിട്ട് യോർക്കർ മാത്രം എറിഞ്ഞ് ആ ഓവർ അവസാനിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ കളി കണ്ടുകൊണ്ടിരുന്ന എനിക്ക് തന്നെ തോന്നി നേപ്പാൾ ജയിച്ചിരുന്നെങ്കിൽ. ഇപ്പോൾ നേപ്പാൾ എല്ലാ ക്രിക്കറ്റ് പ്രേമികളുടെയും ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. ആ ജോഫർ അർച്ചറിനെയും ആദിൽ റഷീദിനെയൊക്കെ എന്ത് പഞ്ഞിക്കിടാനാണ് ഇട്ടത്. എനിവേ, വെൽ ഡൺ പ്ലേഡ് നേപ്പാൾ.